ചിൽഡ്രൻസ് പാർക്കിലെ ഏറെ നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ വാട്ടർ മെട്രോയുടെ സ്റ്റേഷനിലേക്ക് ചെന്നു. ഇവിടെ നിന്ന് ബോട്ട് കയറി വേണം അക്കരെ മറൈൻ ഡ്രൈവിലേക്ക് ചെല്ലാൻ. അവിടെ ഒരു ക്രൂയിസ് ഷിപ്പ് യാത്ര കൂടി ബാക്കിയുണ്ട്. അധികമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. ജസ്റ്റ് ഒരു അരമണിക്കൂർ. അപ്പോഴേക്കും ബോട്ട് വന്നു. ബോട്ട് നല്ല അസലായിട്ട് ആടി ഒളിയുന്നുണ്ട്. അതിന് കാരണം ശക്തമായ കാറ്റും കായലിന്റെ ശക്തമായ തിരയുമാണ്. അതുകൊണ്ട് ബോട്ടിന്റെ ചവിട്ടുപടിയിൽ കാലുവെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അകത്തേക്ക് കയറിയ ഉടൻ തന്നെ എനിക്കുള്ള വിൻഡോ സീറ്റ് തപ്പാനുള്ള വെപ്രാളമായിരുന്നു. എന്നാൽ എന്റെ പരിശ്രമത്തിന് വിജയം കണ്ടു. നല്ലൊരു വിൻഡോ സീറ്റ് തന്നെ എനിക്ക് കിട്ടി. ഇക്കഴിഞ്ഞ ഫ്ലൈറ്റ് യാത്ര എന്നതുപോലെ തന്നെ ഇതും എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ വെള്ളത്തിലൂടെയുള്ള യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു അവിചാരിതമായ ഒരു വ്യക്തിയെ കാണാനുണ്ടായി. ആദ്യത്തെ സംസാരം പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ അയാൾ ഒരു മദ്യപാനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ സ്ഫുടമായ വർത്തമാനം കേട്ടപ്പോൾ ഇത് മദ്യമല്ലാന്ന് മനസ്സിലായി. അതോ എവിടെയെങ്കിലും ഒരു കിളി പോയതാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. എന്നാലും അതുവരെ കായലും ഓളപ്പരപ്പിലും കെട്ടിടങ്ങളും ശ്രദ്ധിച്ചിരുന്ന യാത്രക്കാരെ അയാളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ അയാൾ നല്ല വിജയം കണ്ടു. എന്തൊക്കെയോ സമകാലീന പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കുറച്ച് മോട്ടീവായിട്ടുള്ള കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. കൂടെ യാത്ര ചെയ്യുന്നവരും അയാളോടൊപ്പം പങ്കുചേർന്നു. എനിക്ക് വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. മറ്റുള്ളവരെ പോലെ തന്നെ ഞാനും കുറച്ചു നേരം അയാളുടെ വർത്തമാനം കേട്ടു. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് എത്തി. സോറി, ഹൈക്കോടതി ഞാൻ ഉദ്ദേശിച്ച മറ്റേ ഹൈക്കോടതിയല്ല, ഇത് ബോട്ടുകളുടെ ഹൈക്കോടതിയാണ്. ഫോർട്ട് കൊച്ചിയിലെ വാട്ടർ മെട്രോ എന്ന് പുറപ്പെടുന്ന എല്ലാ ബോട്ടുകളും ചെന്ന് അവസാനിക്കുന്ന ഇവിടെയാണ്.